ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് 1979 ക്വസ്റ്റ്യൻ പേപ്പറാണത്. 1979 UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, അതും രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ മോഡേൺ ഹിസ്റ്ററിയുടെ 1979 തൊട്ട് 2024 വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ആർ ദ ടു സ്റ്റേറ്റ്സ് നെക്സ്റ്റ് ടു UP ഉത്തർപ്രദേശ് ഹാവിംഗ് മാക്സിമം റെപ്രസെന്റേഷൻ ഇൻ ലോകസഭ? നമുക്കറിയാം ലോകസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് ഉത്തർപ്രദേശിനാണ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു UP കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ A ആണ്, ബീഹാർ ആൻഡ് മഹാരാഷ്ട്ര. ഇത് 1979 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, 1979 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് അന്നത്തെ ഡേറ്റയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ പാർലമെന്റ് അതായത് പ്രസന്റ് 2024 ഫോം ചെയ്ത ആ ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ യൂണിയൻ പാർലമെന്റ്, ടേം ഓഫ് ഓഫീസ് ആൻഡ് ഹൗസ്, ഓരോ ഹൗസിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് എന്നായിരുന്നു? 25/7/2022 ജൂലൈ 25-നാണ് കയറിയത്. ഇനി 2027 ജൂലൈ 24 വരെയാണ് നമ്മുടെ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. വൈസ് പ്രസിഡന്റ് എന്നാണ് 2022 ഓഗസ്റ്റ് 11-നാണ് കയറിയത്. ഇനി 2027. നമുക്കറിയാം ഇവരുടെ എല്ലാം 5 വർഷമാണ് കാലം, അല്ലെ? അപ്പൊ ഇത് ഓർത്തിരിക്കാട്ടോ. ഈ പ്രസിഡന്റിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നതാണ് എന്നാണ് കയറിയത് എന്നുള്ളത്. ആദ്യമായിട്ട് കയറിയത് എന്നാണ് ഇപ്പൊ പ്രസന്റിൽ കയറിയിരിക്കുന്നത്. നമ്മുടെ നിലവിലെ പ്രസിഡന്റായ ദ്രൗപദി മുർമു 25/7/2022 കയറി. 24/7/2027 കാലാവധി അവസാനിക്കും. വൈസ് പ്രസിഡന്റ് 11/8/2022 കയറി. 10/8/2027 അവസാനിക്കും. ലോക്സഭ നമുക്കറിയാലോ 5 വർഷമാണ്. എന്നാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ്, അല്ലെ? 24-ാം തീയതി ജൂൺ 24-ാം തീയതി 2024 കയറി. ഇനി 2029 വരെ എത്ര ലോക്സഭാ സീറ്റ് ഉണ്ട്? 543 + 2. രാജ്യസഭയുടെ കാര്യം നമുക്കറിയാം, പെർമനന്റ് ഹൗസ് ആണ്. രാജ്യസഭയിൽ എത്രയുണ്ട്? 233 + 12 എന്താ? നോമിനേറ്റഡ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി സ്റ്റേറ്റ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ലോക്സഭാ സീറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ലോക്സഭാ സീറ്റിൽ അവർ ബീഹാറും മഹാരാഷ്ട്രയാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ബീഹാർ കണ്ടോ, 40 സീറ്റാണ് ലോക്സഭാ സീറ്റ്. ഇപ്പൊ നിലവിലെ ആട്ടോ ഈ പറയുന്നത്. ബീഹാർ 40 നമുക്കറിയാം. കേരളത്തിന് എത്രയുണ്ട് ലോക്സഭാ സീറ്റ്? 20. ലെജിസ്ലേറ്റീവ് നിയമസഭ എത്രയുണ്ട്? നമുക്ക് 140. നമുക്കത് അറിയാവുന്നതാണ്. നിലവില് മഹാരാഷ്ട്രക്ക് 48. അപ്പൊ ഒന്ന് മഹാരാഷ്ട്ര 48. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് 48 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടോ, ഉത്തർപ്രദേശാണ് ഇപ്പോഴും ടോപ്പിൽ. ഉത്തർപ്രദേശിന് 80 ലോക്സഭാ സീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ കണ്ടോ, മഹാരാഷ്ട്ര കഴിഞ്ഞാൽ വരുന്ന വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിന് 42 ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ആരാണ്? ഉത്തർപ്രദേശാണ്. സെക്കൻഡ് വരുന്ന വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന് 42 സീറ്റ് ഉണ്ട്. ഓക്കെ, അത് സെക്കൻഡ് വരുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രക്ക് 48 ഉണ്ട്. തേർഡ് വരുന്ന വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന് 42 ഉണ്ട്. ബീഹാറിന് എത്രയുള്ളൂ? ബീഹാറിന് 40 ഉള്ളൂ. ബീഹാറിന് എത്രയുള്ളൂ? 40 ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. അത് ഓർത്തിരിക്കുക. ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന UP ആണ്. UPക്ക് 80 ലോക്സഭാ സീറ്റ് ഉണ്ട്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രക്ക് എത്ര സീറ്റ് ഉണ്ട്? 48. തേർഡ് പൊസിഷനിൽ വരുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാളിന് 42. ഫോർത്ത് പൊസിഷനിൽ വരുന്നതാണ് ബീഹാർ. ബീഹാറിന് എത്രയാണ്? ബീഹാറിന് 40. അപ്പൊ അന്നത്തെ ഇതനുസരിച്ച് ബീഹാറും മഹാരാഷ്ട്രയായിരുന്നു. ഇപ്പൊ മാറി, ലോക്സഭാ സീറ്റ് മാറി. ഇപ്പൊ നോക്കിക്കേ, മഹാരാഷ്ട്രക്ക് 48-ലേക്കും വന്നു. വെസ്റ്റ് ബംഗാൾ 42-ലേക്കും വന്നു. ഉത്തർപ്രദേശ് തന്നെയാണ് എന്നും ടോപ്പില് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത് ഉത്തർപ്രദേശിനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ അതിന്റെ ആൻസർ, അന്നത്തെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ A ആണ്, ബീഹാർ ആൻഡ് മഹാരാഷ്ട്ര ആയിരുന്നു. അടുത്തത് ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വെയർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി, അസംബ്ലിയിലെ
മെമ്പേഴ്സ് എങ്ങനെയുള്ള മെമ്പേഴ്സ് ആയിരുന്നു? എലക്റ്റഡ് ബൈ ദ പ്രൊവിഷണൽ അസംബ്ലീസ്. നമുക്കറിയാം ബ്രിട്ടീഷ് പ്രൊവിൻസസും ഉണ്ടായിരുന്നു, പ്രിൻസിലി സ്റ്റേറ്റ്സും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്ന് ഇവരെ എലക്ട് ചെയ്തു. അവരുടെ അസംബ്ലികളിൽ നിന്ന്, പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന്, പ്രൊവിൻസസിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ എലക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. നോമിനേറ്റ് ചെയ്യുകയാണോ ചെയ്തത്? അല്ല, എലക്ട് ചെയ്തു. പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇവരെ നോമിനേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എലക്റ്റഡ് ബൈ ദ പ്രൊവിഷണൽ അസംബ്ലീസ് ആണ് നമ്മുടെ ആൻസർ. അത് ചോദിച്ചിട്ട് ഉള്ളതാട്ടോ, നമ്മളത് ഷുവറായിട്ടും ഓർത്തിരിക്കാം. അടുത്ത നോക്കിക്കേ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. The Constituent Assembly of India had many members including politicians, lawyers, social reformers. ഒരുപാട് പേരുണ്ടായിരുന്നു. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തായി? നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയി. പിന്നെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ആരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ? ആരായിരുന്നു? BN റാവു ആയിരുന്നു. BN റാവു. പിന്നെ ദ ദിവാൻ ഓഫ് മൈസൂർ ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ഒഡീഷ ഉണ്ടായിരുന്നു. പിന്നെ ദ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതാരാണ്? വല്ലഭായ് പട്ടേൽ, അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ നവംബർ 1946 ആൻഡ് met for the first time in Delhi on December 1946. നമുക്ക് അറിയാവുന്നതാണ്. ഇവരാണ്, ഈ അസംബ്ലിയാണ് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തത്. നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് പ്രൊവിഷണൽ അസംബ്ലികളിൽ നിന്ന്, പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ നിന്ന്, പ്രവിശ്യകളിൽ നിന്ന് എലക്ട് ചെയ്ത മെമ്പേഴ്സും പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ചോദിക്കാറുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ പവർ ഓഫ് രാജ്യസഭ റിഗാർഡിംഗ് മണി ബിൽ? മണി ബില്ലുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ രാജ്യസഭയുടെ പവർ, അധികാരം എന്താണ്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആട്ടോ. ഇറ്റ് ക്യാൻ വിത്ത്ഹോൾഡ് ദ ബിൽ ഫോർ 40 days ടു മേക്ക് റെക്കമെൻഡേഷൻസ്. റെക്കമെൻഡേഷന് വേണ്ടി 14 ദിവസം വെക്കാം. അതാണ് അവിടെ വരുന്നുള്ളൂ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മണി ബില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്. ദ രാജ്യസഭ ഹാസ് ലിമിറ്റഡ് പവേഴ്സ് റിഗാർഡിംഗ് മണി ബില്ല്. മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യസഭയ്ക്ക് എന്താണ്? പവേഴ്സ് കുറവാണ്. It can only recommend changes to a money bill and return it to the Lok Sabha within 14 days. കണ്ടോ? അതിനെന്താണ്? ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്യാം, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കാം. 14 ദിവസത്തിനുള്ളിൽ അത് ലോകസഭയിലേക്ക് തിരിച്ച് അയച്ചിരിക്കണം. The ലോകസഭ can then accept or reject the recommendations. പിന്നെ ലോകസഭയാണ് ആ ചേഞ്ചസ്, ആ റെക്കമെൻഡേഷൻ അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ലോകസഭയാണ്. ദ രാജ്യസഭ cannot amend or reject a money bill. കണ്ടോ? The Lok Sabha can accept or reject all or any of the conditions റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ രാജ്യസഭ. അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനോ റിജക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇഫ് ദ ലോക്സഭ അക്സെപ്റ്റ് ദ റെക്കമെൻഡേഷൻ ദ മണി ബിൽ ഈസ് പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് വിത്ത് ദ അമെൻമെന്റ്സ്. അവരത് അക്സെപ്റ്റ് ചെയ്താൽ ബോത്ത് ഹൗസസ് എന്ന നിലയിൽ മണി ബിൽ അവിടെ പാസ്സാകും. റിജക്ട് ചെയ്യുവാണെങ്കിലോ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം. അത് പഴയതുപോലെ ഇപ്പോൾ അവർ റിജക്ട് ചെയ്യുകയാണ്, ലോക്സഭ റിജക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഹൗസസും എങ്ങനെയാണ്? പഴയതുപോലെ തന്നെ അതങ്ങ് പാസ്സാക്കും. ദ പ്രസിഡന്റ് മസ്റ്റ് റെക്കമെൻഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ മണി ബിൽ ഇൻ ദ ലോകസഭ. ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അതിന്റെ ഇൻട്രൊഡക്ഷൻ അത് പ്രസിഡന്റ് ആണ്, അത് ലോകസഭയിലാണ്. ദ സ്പീക്കേഴ്സ് ഡിസിഷൻ ഈസ് ഫൈനൽ ഓൺ വെദർ എ ബിൽ ഈസ് എ മണി ബിൽ. ഒരു ബില്ല് മണി ബിൽ ആവണം എന്നതിന്റെ ഫൈനൽ ഡിസിഷൻ അത് സ്പീക്കറിന്റെ ആണ്. ദ സ്പീക്കേഴ്സ് ഡിസിഷൻ ഈസ് ഫൈനൽ ഓൺ വെദർ എ ബിൽ ഈസ് എ മണി ബിൽ. അപ്പൊ ഓർത്തിരിക്കുക, രാജ്യസഭയ്ക്ക് ലിമിറ്റഡ് ഇതേ ഉള്ളൂ. ലോകസഭയാണ് അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്യാം എന്ന് മാത്രം. ഇറ്റ് ക്യാൻ ഓൺലി റെക്കമെൻഡ് ചേഞ്ചസ് ടു എ മണി ബിൽ ആൻഡ് റിട്ടേൺ ഇറ്റ് ടു ദ ലോക്സഭ വിത്തിൻ 40 days. ഇമ്പോർട്ടന്റ് ആണ്, മണി ബില്ല് PSC ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The Constitution 44th Amendment റീനംബേർഡ് as 43rd Amendment. ഇവിടെ 43rd Amendmentന്റെ കാര്യമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 43rd Amendmentന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. Restores to the High Courts and to the Supreme Courts their jurisdiction to consider the validity of any central or state law.
അതായത് സെൻട്രലോ സ്റ്റേറ്റോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമം വരുവാണെങ്കിൽ ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിന്റെ ഒക്കെ ജൂറിസ്ഡിക്ഷൻ റീസ്റ്റോർ ചെയ്തു, പുനഃസ്ഥാപിച്ചു. റീസ്റ്റോർ ടു ദ ഹൈക്കോർട്ട്സ് ആൻഡ് ടു ദ സുപ്രീം കോർട്ട് ദെയർ ജൂറിസ്ഡിക്ഷൻ ടു കണ്ട് അവരുടെ ജൂറിസ്ഡിക്ഷൻ ഒന്ന് റീസ്റ്റോർ ചെയ്തു. അതാണ് ഈ 43rd അമെൻഡ്മെന്റ് ആക്ട് പറയുന്നത്. 44 അല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്, 43rd ആണ്. 44ന്റെ പ്രത്യേകത നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. നമുക്ക് സ്വത്തവകാശം എന്ന് പറയുന്നത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അതൊരു ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എന്താണത് മാറ്റിയത്. The 44th Amendment of the Constitution of India was passed in 1978. നമുക്ക് അറിയാവുന്നതാണ്. അന്ന് ജനതാ പാർട്ടി ആയിരുന്നു. അവർ 1977 ഇലക്ഷൻസ് ജനതാ പാർട്ടി വിജയിച്ചപ്പോൾ അവരാണ് അമെൻഡ് ചെയ്തത്. The amendment was intended to restore the constitution to its original state before the emergency of 1975-1977. നമുക്കറിയാവുന്നതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി മാറ്റിയിട്ട് അതൊരു ലീഗൽ റൈറ്റ് ആക്കി. PSC എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എമർജൻസിയിൽ എന്തായിരുന്നു, നാഷണൽ എമർജൻസിയുടെ മിസ്യൂസ് തടയാൻ വേണ്ടി, ദുരുപയോഗം നടത്തുന്നുണ്ട്, അത് തടയാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? ദ അമെൻഡ്മെന്റ് റീപ്ലേസ്ഡ് ദ ടേം ഇന്റേണൽ ഡിസ്റ്റർബൻസ് വിത്ത് ആംഡ് റിബല്യൻ. ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റി ആംഡ് റിബല്യൻ എന്ന് പറയുന്ന വാക്ക് കൂട്ടിച്ചേർത്തു. പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്? പാർലമെന്ററി പ്രിവിലേജസ് കൊണ്ടുവന്നു. റീപ്ലേസ്ഡ് ആർട്ടിക്കിൾസ് 103, 192 to give the president the power to base decisions on the disqualification of members of parliament on the election commission's ഒപ്പീനിയൻ. അതായത് പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള 2 ആർട്ടിക്കിൾസ് അവിടെ റീപ്ലേസ് ചെയ്തു. പിന്നെ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് റീസ്റ്റോർ ദ ഒറിജിനൽ ടൈം ഓഫ് 5 years ഫോർ ബോത്ത്. എന്താണ് 5 വർഷം എന്നുള്ളത്? അത് ലോക്സഭയ്ക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവും നമുക്കറിയാം, സംസ്ഥാന നിയമസഭകൾക്കും എന്താണ് 5 വർഷമാണ് അവരുടെ കാലാവധി. പിന്നെ പാർലമെന്ററി കൺട്രോൾ. ഇൻട്രൊഡ്യൂസ് ദ പവർ ടു ഹോൾഡ് എ സ്പെഷ്യൽ സിറ്റിംഗ് ഓഫ് ലോക്സഭ ടു ഡിസപ്രൂവ് എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. എമർജൻസിയുടെ പ്രൊക്ലമേഷനും പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു സ്പെഷ്യൽ സിറ്റിംഗ് ഓഫ് ലോക്സഭ എന്ന് പറയുന്നത്, അതും അവിടെ വന്നു. പിന്നെ എന്താണ് guaranteed that the fundamental rights guaranteed by Article 20 and 21 cannot be suspended during a national emergency. എന്താണ് ഗ്യാരണ്ടി ചെയ്തത്? നമ്മുടെ PSC എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണത് അല്ലെ. എന്താണ് ഗ്യാരണ്ടി ചെയ്തത്? ഗ്യാരണ്ടീഡ് ദാറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾ 20 and 21. 20ലും 21ലും പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് കനോട്ട് ബി സസ്പെൻഡ് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. PSC ഇപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ എമർജൻസിയുടെ സമയത്ത് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? ഇതെല്ലാം 44th അമെൻഡ്മെന്റ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. 1978 ജനതാ പാർട്ടി ആയിരുന്നു. അവർ 1977 ജനറൽ ഇലക്ഷൻസ് വിജയിച്ചതിന് ശേഷം അവർ കൊണ്ടുവന്ന അമെൻഡ്മെന്റ് ആണത്. പക്ഷെ നമ്മളിത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 43rd ആണ്, 43ാമത്തെയാണ്. നമുക്ക് 43ലെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ. The 43rd Amendment of the Constitution of India was enacted in 1977 by the Janata Party. അത് നമ്മളിപ്പോ കണ്ടു. 1977 അവർ ഇലക്ഷൻ ചെയ്യിച്ചു. അന്ന് കൊണ്ടുവന്നതാണ് 43rd. Repealed 6 articles from the Constitution of India that were added by the 42nd Amendment in 1976. ഈ 1976ലെ 6 ആർട്ടിക്കിൾസ് റിപ്പീൽ ചെയ്തു. പിന്നെയാണ് ഇപ്പൊ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ. Restored judicial review. The 43rd Amendment restored the jurisdiction of the Supreme Court and High Court to issue writs and perform judicial review. കണ്ടോ, അവരുടെ jurisdiction ആരുടെ? സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയും റീസ്റ്റോർ ചെയ്തു, പുനഃസ്ഥാപിച്ചു, റീസ്റ്റോർ ചെയ്തു. എന്തിനു വേണ്ടി? അവർക്ക് റിറ്റ്സും അതുപോലെ അതൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി അവരുടെ ജൂറിസ്ഡിക്ഷൻ റീസ്റ്റോർ ചെയ്ത്. അതാണ് ഇപ്പൊ ചോദിച്ചത് 43rd അമെൻഡ്മെന്റിനകത്ത് വരുന്നത്. പിന്നെ ലിമിറ്റഡ് പാർലമെന്റ്സ് പവർ. ദ 43rd അമെൻഡ്മെന്റ് റിമൂവ്ഡ് പാർലമെന്റ് സ്പെഷ്യൽ പവർ ടു മേക്ക് ലോസ് ടു ഡീൽ വിത്ത് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ്. ആന്റി നാഷണൽ, ദേശീയ വിരുദ്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാർലമെന്റ് സ്പെഷ്യൽ പവർ ഒക്കെ അവിടെ ലിമിറ്റ് ചെയ്തു. റീസ്റ്റോർട്ടഡ് സിവിൽ ലിബർട്ടീസ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് അവിടെ റീസ്റ്റോർ ചെയ്തു. റീസ്റ്റോർ ദ പവർ ഓഫ് ദ സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിന്റെ പവർ ടു ഇൻവാലിഡേറ്റ് സ്റ്റേറ്റ് ലോസ്, അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. അതിനകത്ത് മെയിൻ ആയിട്ടും ജുഡീഷ്യൽ റിവ്യൂ, ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അതാണ് ഇപ്പൊ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ, അതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഷുവർ ആയിട്ടും ഓർത്തിരിക്കാം. അപ്പൊ ഇത്
ഒരു PYQ ആണ്. നമ്മൾ 43rd നമ്മൾ PSCയുടെ അധികം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കൂടുതലും 44th അമെന്റ്മെന്റ്, കാരണം സ്വത്തവകാശത്തെ നിയമമാറ്റി മാറ്റിയതും അതുപോലെ തന്നെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. അതായത് നമുക്ക് 43rd കൂടെ ഒന്ന് നോക്കിയിരിക്കാം, കാരണം UPSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് ഇവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ ആണ്. ഇവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ക്രിമിനൽ ലോ, ക്രിമിനൽ പ്രൊസീജിയർ, മാരേജ് ആൻഡ് ഡിവോഴ്സ്, bankruptcy and insolvency, adoption and succession, drugs, poisons, education, forest, protection of wildlife, animals, price control and essential commodities, പിന്നെ ഇലക്ട്രിസിറ്റി. അതായത് ഇവര് ആൻസർ ആയിട്ട് ഫോറസ്റ്റും കൺകറന്റ് ലിസ്റ്റിനകത്ത് തന്നെ വരുന്നതാണ്. ബാക്കി പോലീസും അഗ്രികൾച്ചറും സ്റ്റേറ്റ് ലിസ്റ്റിലാട്ടോ വരുന്നത്. പോലീസും അഗ്രികൾച്ചറും വരുന്നത്, ഇത് രണ്ടും വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പോലീസും അഗ്രികൾച്ചറും വരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പക്ഷെ ഫോറസ്റ്റും എഡ്യൂക്കേഷനും കൺകറന്റ് ആണ്. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ചിലപ്പോൾ വല്ല ഡിലീറ്റ് വല്ലതും ചെയ്ത് കാണുമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ കൺകറന്റിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ ലാംഗ്വേജ് ഓഫ് നാഗാലാൻഡ്. ഏതാണ് നാഗാലാൻഡ് പ്രിൻസിപ്പൽ ലാംഗ്വേജ്? നമുക്കറിയാം ഇംഗ്ലീഷ് ആണ് നാഗാലാൻഡിന്റെ പ്രിൻസിപ്പൽ ലാംഗ്വേജ്. നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ പഠിക്കണം. ശ്രേഷ്ഠ ഭാഷാ പദവി ചോദിക്കാറുള്ളതാണ് പരീക്ഷയിൽ. നമ്മൾ ഇത്രയും നാള് പഠിച്ചുകൊണ്ടിരുന്നത് ഏതാണ്? ഈ 4 എണ്ണമാണ് നമ്മൾ ഇത്രയും നാള് പഠിച്ചോണ്ട്. ആദ്യമായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് തമിഴിലാണ്, 2004. നമ്മുടെ മലയാളത്തിന് കിട്ടിയത് 2013. PSC ചോദിക്കാറുള്ളതാണ്. ഈ 2024 നമ്മുടെ കഴിഞ്ഞ വർഷം കുറച്ച് ഭാഷകളും കൂടെ വന്നു. ഏതൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. ഷുവറായിട്ടും ഓർത്തിരിക്കുക, ചോദിക്കാറുള്ളതാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ്. അപ്പൊ 2024 ആരൊക്കെയാണ്? മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി. അപ്പുറം നമുക്ക് പഠിക്കാൻ എളുപ്പമായിരുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം വരും. തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, പിന്നെ സാൻസ്ക്രിറ്റും ഒഡിയയും. അങ്ങനെ 2 എണ്ണം കൂടെ സെപ്പറേറ്റ് നമ്മൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ മറാത്തി വന്നു, പാലി വന്നു, പ്രാകൃത്. പാലി, പ്രാകൃത്, സാൻസ്ക്രിറ്റ് ഇത് നമുക്ക് ഒറ്റ ഗ്രൂപ്പിൽ പെടുത്താം. പിന്നെ ആസാമീസ്, ബംഗാളി. ഓക്കെ, ഷുവറായിട്ടും ഓർത്തിരിക്കുക, PSC ചോദിക്കാറുള്ളതാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ്. പ്രത്യേകിച്ച് 2024 പുതിയതായിട്ട് 5 ക്ലാസിക്കൽ ലാംഗ്വേജും കൂടെ വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ പാർലമെന്ററി സിസ്റ്റം ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ. എക്സിക്യൂട്ടീവ് എന്തിനോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്? എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റർ. ലെജിസ്ലേറ്ററിനോടാണ് അവർ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെജിസ്ലേറ്റീവിനോടാണ് എക്സിക്യൂട്ടീവ് അവര് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്, ഡയറക്ട്ലി ടു ദ പീപ്പിൾ അല്ല. ഓക്കെ, അപ്പൊ അത് മാറിപ്പോവരുത്. ഇൻ എ പാർലമെന്ററി സിസ്റ്റം ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റർ. This means that the executive branch of government must maintain the confidence of the elected members of parliament to remain in power. കാരണം ശരിയല്ലേ? കാരണം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരോടായിരിക്കണം അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കേണ്ടത്? റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത് ലെജിസ്ലേറ്ററിലാണ്. കാരണം ലെജിസ്ലേറ്ററിലാണ് എല്ലാ കാര്യങ്ങളും, നിയമം നിയമിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അവരുമായിട്ട് അവർ നല്ല രീതിയിൽ അവരോട് അവര് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, PSC ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, The Vice President of India is selected by. Very very important. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ് അവിടെ വരും. The vice president is elected by an electoral college. അതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ആൻഡ് ലോക്സഭ, ബോത്ത് elected and nominated മെമ്പേഴ്സും. elected മെമ്പേഴ്സും വരുന്നുണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സും വരുന്നുണ്ട്. ഷുവറായിട്ടും ഓർത്തിരിക്കുക, വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഇലക്ടറൽ കോളേജിനകത്ത് രാജ്യസഭയും ലോകസഭയും. അവന്റെ എന്താ പ്രത്യേകത? രാജ്യസഭയിലും ലോകസഭയിലും elected മെമ്പേഴ്സും ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വരുന്നുണ്ടോ? ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നുണ്ടോ? ഇല്ല. അത് കൺഫ്യൂഷൻ ആയി പോയത്. ലോക്സഭ രാജ്യസഭയും മാത്രമാണ് അവിടെ വരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ എലക്ടഡ് മെമ്പേഴ്സും വരുന്നുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളും വരുന്നുണ്ട്, നോമിനേറ്റഡ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അങ്ങനെ വന്ന വ്യക്തികൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. The members of ലോക്സഭ ആൻഡ് രാജ്യസഭ. ലെജിസ്ലേറ്റീവ് വരുമോ? ഇല്ല. ജനങ്ങൾ നേരിട്ടാണോ? അല്ല. രാജ്യസഭ മാത്രമാണോ ഉള്ളത്? അല്ല.
Which language has been added recently to the 8th schedule of the Constitution of India? ഇത് ഞാനിപ്പോൾ പറഞ്ഞു, ഇത് ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്? 1979 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ അന്നത്തെ ഒരു ഇത് വെച്ചാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അതായത് 8ാമത്തെ ഷെഡ്യൂളിന്റെ പ്രത്യേകത എന്താ? ഒഫീഷ്യൽ ലാംഗ്വേജസ്, നമ്മുടെ ഔദ്യോഗിക ഭാഷകളാണ് 8ാമത്തെ ഷെഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷ നടന്ന ഒരു കാലഘട്ടം വെച്ച് ഏറ്റവും അടുത്ത റീസെന്റ് ആയിട്ട് ആഡ് ചെയ്തത് ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചാൽ അത് സിന്ധിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സിന്ധിയാണ്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 8th ഷെഡ്യൂളിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ നമുക്ക് 14 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ 8th ഷെഡ്യൂളിനകത്ത് നമുക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉണ്ട്? 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കിണി, നമ്മുടെ മലയാളം ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി the original 14 languages was included in the constitution in 1950. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 14 ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ കണ്ടോ, അവരിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? റീസെന്റ് ആയിട്ട് ആഡ് ചെയ്ത് ഏതാണെന്ന് ചോദിച്ചത് സിന്ധി. സിന്ധി എന്ന 1967 സിന്ധി ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1979 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നോക്കണം. അപ്പൊ 79 കഴിഞ്ഞിട്ട് 92 കൊങ്ങണി, മണിപ്പൂരി, നേപ്പാളി ഈ 3 ലാംഗ്വേജസിനെ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചിരിക്കുക. 1967 സിന്ധി, 1992 കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി. കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി. 2004 ഏതാണ്? 2004 ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി. ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി 2004. അപ്പൊ ഇപ്പൊ നമുക്ക് ടോട്ടൽ 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. ദ ഗവൺമെന്റ് റിസീവ്സ്, അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ആദ്യം 14 ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ആസാമീസ്, അതായത് 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ 14 ഉണ്ടായിരുന്നത്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, മലയാളം, മറാത്തി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, തമിഴ്, തെലുങ്കു ആൻഡ് ഉറുദു. ഇപ്പൊ നമുക്ക് 22 ഉണ്ട്. 1967 21st അമെൻമെന്റിലൂടെയാണ് സിന്ധി 8th ഷെഡ്യൂളിലേക്ക് കൂട്ടിച്ചേർത്തത്. അപ്പൊ പരീക്ഷ 1979 നടന്നത് കൊണ്ട് 1967 അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത്. അപ്പൊ 21ാമത്തെ അമെൻമെന്റിലൂടെ 1967 സിന്ധി 8th ഷെഡ്യൂളിലേക്ക് ചേർത്തു. പിന്നെ ഏതൊക്കെയാണ്? 1992 നേപ്പാളി, മണിപ്പൂരി, കൊങ്ങിണി ചേർത്തു. 2004 2004 ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി തുടങ്ങിയ ലാംഗ്വേജസും ചേർത്തു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, PSC ചോദിക്കാറുള്ളതാണ്, UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 86 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? മൗലിക കടമകൾ അതിനകത്ത് ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സെക്യുലറിസം അങ്ങനത്തെ ഒരു ടേം അതുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്ത് വരേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇത് ആരെഴുതിയ ബുക്കാ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാമാണ്. PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. The President of Union of India has the same constitutional authority as the, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും ഇതിനകത്ത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റുമാണ്, ഇത് രണ്ടിനും സെയിം കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് ഭരണഘടനാപരമായിട്ടുള്ള ഇത് ഉള്ളത് സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ബ്രിട്ടീഷ് മൊണാർക്കാണ്. അതും നമ്മുടെ പ്രസിഡന്റും ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. The President of Union of India has the same constitutional authority as the Queen of the United Kingdom. നമുക്ക് അറിയാവുന്നതാണ് ഈ രണ്ട് സ്റ്റേറ്റിനകത്തും ഇവർ ജസ്റ്റ് ഒരു നാമമാത്രമായ ഒരു നോമിനൽ ഹെഡ് മാത്രമാണ് അല്ലെ. കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? വേറെ ഇത് നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണ്. അവരുടെ ഡിസിഷൻസ് ആണ് അവിടെ ഫൈനൽ ആയിട്ട് വരുന്നത്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. ഇങ്ങനെ തന്നെയാണ് ബ്രിട്ടനിലും. Both hold a largely ceremonial position as the head of the state അവരാണ്. With the executive power actually exercised by the cabinet in their respective system. India's system of governance is based on the British parliamentary system. നമുക്കത് അറിയാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. Both the President of India and the Queen of the UK are primarily symbolic figures with limited direct power. നേരിട്ടുള്ള അവകാശങ്ങൾ വളരെ കുറവാണ്. അവർ ജസ്റ്റ് ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. ഇവരെടുക്കുന്ന തീരുമാനത്തിന് ഫൈനൽ ഡിസിഷൻ സൈൻ ചെയ്യണം. അതാണ് മെയിൻ ആയിട്ടും വരുന്നത്. In both countries, the real executive lies with the Prime Minister and the Council of Ministers. നമുക്കറിയാം നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഏതാണ്? നമ്മുടെ പാർലമെന്റ്, നമ്മുടെ ലോക്സഭ, അവിടെ നമ്മൾ സെലക്ട് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആണ്. അവരാണ് അവരുടെ എക്സിക്യൂട്ടീവ്. അവരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അവരുടെ ഇതാണ് എടുക്കുന്ന ഡിസിഷൻസ് ആണ്.
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. ബോത്ത് പൊസിഷൻസ് കൺസിഡർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് മീനിങ് ദേ റെപ്രസെന്റ് ദ നേഷൻ ഇൻ എ സിംബോളിക് കപ്പാസിറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ഹെഡ് മാത്രമാണ് അല്ലേ. അപ്പൊ അത് ഓർത്തിരിക്കുക. നമ്മുടെ ബ്രിട്ടന്റെ ഇതുമായിട്ട് മൊണാർക്കുമായിട്ടാണ് നമ്മുടെ പ്രസിഡന്റിന്റെ ആ ഒരു അതോറിറ്റി ഇത് രണ്ടും പോകുന്നത്. നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തത് കാൻഡിഡേറ്റ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലോക്സഭ. ലോക്സഭയിൽ മെമ്പർ ആവാൻ എന്തോരം വയസ്സാണ് വേണ്ടത്? 25 വയസ്സിൽ കുറയരുത് അല്ലെ. മിനിമം 25 വയസ്സ് വേണം. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഷുവറായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവാൻ 35 വയസ്സ്, വൈസ് പ്രസിഡന്റ് ആവാൻ 35 വയസ്സ്, പ്രൈം മിനിസ്റ്റർ ആവാൻ ഈ 35 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന ആള് പ്രസിഡന്റ് ആണ്, 35 വയസ്സ്, വൈസ് പ്രസിഡന്റ് 35 വയസ്സ്. പിന്നെ നമ്മളൊരു സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന ആള് ഗവർണർ ആണ്, 35 വയസ്സ്. പ്രൈം മിനിസ്റ്റർ 25 വയസ്സ്. അതുപോലെ തന്നെയാണ് ടു ബിക്കം എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും എത്രയാണ്? 25 വയസ്സ്. രാജ്യസഭയാണെങ്കിൽ 30, കുറച്ചും കൂടെ വേണം. ലോക്സഭയാണെങ്കിലും 25 വയസ്സാണ്. ടു ബിക്കം മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ 30 വയസ്സാണ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ 25 മതി, പക്ഷെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ 30 വേണം. പഞ്ചായത്ത് ഇലക്ഷൻസ് ആണെങ്കിൽ 21. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കുക. ഇതെല്ലാം ഇപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. Which of the following is not included in the fundamental rights in the Constitution of India? Fundamental rights, മൗലിക അവകാശങ്ങളിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ C എന്നാണ്. ഇതിപ്പോ 1979 ആണ്. അപ്പൊ നമുക്കറിയാം 44th അമെൻഡ്മെന്റ് ആക്ട് വരുന്നത് എന്നാണ്? 1978 അപ്പൊ ഇവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഏതാണ്? റൈറ്റ് ടു വോട്ട് ഇൻ ഓൾ എലക്ഷൻസ്. ഈ റൈറ്റ് ടു വോട്ട് ഇൻ ഓൾ എലക്ഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് ആർട്ടിക്കിള് വരുന്നത്? ആർട്ടിക്കിൾ 326 ആണ് റൈറ്റ് ടു വോട്ട് വരുന്നത്. റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 326 ആണ്. ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. പക്ഷേ നമുക്കറിയാം ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടിയും എന്തിൽ വരത്തില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരത്തില്ല. ബാക്കി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരും. മറ്റേത് രണ്ടും വരില്ല. പക്ഷെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അവർ ഏതാണ്? റൈറ്റ് ടു വോട്ട് ഇൻ ഓൾ എലക്ഷൻസ് ആണ്. അത് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും അത്. ദ വേർഡ് സെക്യുലർ ഡിനോട്ട്സ്. നമുക്കറിയാം സെക്യുലർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ B ആണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് വർഷിപ്പ് ടു ഓൾ സിറ്റിസൺസ്. നമുക്ക് മതസ്വാതന്ത്ര്യം, അതായത് നമ്മുടെ ഇന്ത്യയിൽ സെക്യുലർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഇനി മതമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. മതമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സ്റ്റേറ്റിന് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനകത്ത് ഇടപെടാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട്. സെക്യുലർ മീൻസ് നോട്ട് റിലീജിയസ് ഓർ നോട്ട് കൺസേൺഡ് വിത്ത് റിലീജിയൻ എന്നാണ് അവിടെ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇപ്പോഴും കാണുന്നതാണ്, ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഷുവറായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. PSC കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഞാൻ കണ്ടതാണ് ഒരു ക്വസ്റ്റ്യൻ UPSCയുടെ സെയിം ക്വസ്റ്റ്യൻ എടുത്ത് ഓപ്ഷൻസ് പോലും മാറ്റാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് UPSCയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സും കൂടെ ചേർത്ത് പഠിക്കുവാണെങ്കിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.